നമസ്കാരം. ക്യൂമലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. അബദ്ധത്തിൽ തെറ്റായി വെറുതെ വിട്ടത് 12 തടവുകാരെ, 2 പേർ ഇപ്പോഴും ഒളിവിൽ. ഇംഗ്ലണ്ടിലും വെയിൽസിലും കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ 12 തടവുകാരെ അബദ്ധത്തിൽ ജയിൽ മോചിതരാക്കിയതായി ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലാമി അറിയിച്ചു. ഇതിൽ 2 പേർ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. 2023 ഏപ്രിലിനും ഒക്ടോബറിനുമിടയിൽ 91 തടവുകാരെ ഇത്തരത്തിൽ തെറ്റായി മോചിപ്പിച്ചിരുന്നു. പേപ്പർ അധിഷ്ഠിത സംവിധാനം കാരണം ഇത്തരം പിഴവുകൾ സംഭവിക്കുന്നതായും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കുന്നതോടെ ഇതുപോലുള്ള അബദ്ധങ്ങൾ സംഭവിക്കില്ല എന്നും ലാമി പറഞ്ഞു. നിലവിൽ ഇത്തരം സംഭവങ്ങൾ കുറഞ്ഞു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒളിവിൽ കഴിയുന്ന 2 പേരും ലൈംഗിക അതിക്രമം നടത്തിയവരല്ലെന്ന് ഉറപ്പുവരുത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലണ്ടനിലെ ചൈനയുടെ കൂറ്റൻ എംബസിയുടെ അനുമതി ജനുവരിയിലേക്ക് മാറ്റി. ലണ്ടനിലെ ചൈനയുടെ കൂറ്റൻ എംബസിക്കുള്ള അനുമതി സംബന്ധിച്ച തീരുമാനം സർക്കാർ ജനുവരിയിലേക്ക് മാറ്റി. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ചൈന സന്ദർശിക്കുന്ന സമയത്താണ് ഈ മാറ്റം. ഹോം ഓഫീസ്, വിദേശകാര്യ ഓഫീസ് എന്നിവ സുരക്ഷാപരമായ കാരണങ്ങളാൽ എതിർപ്പ് പ്രകടിപ്പിക്കാത്തതിനെ തുടർന്ന് പദ്ധതിക്ക് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ലണ്ടനിലുള്ള ചൈനയുടെ 7 നയതന്ത്ര കാര്യാലയങ്ങളെ ഒരൊറ്റ എംബസിയായി ഏകീകരിക്കുന്നത് സുരക്ഷാപരമായ നേട്ടങ്ങൾ നൽകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. റോയൽ മിന്റ് കോർട്ട് എന്ന 20,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള സ്ഥലത്താണ് പുതിയ എംബസി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാനവശേഷി, വിദേശകാര്യ സെക്രട്ടറിമാർ വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തിയെന്നും ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഹോങ്കോങ്, ഷിൻജിയാങ് എന്നിവിടങ്ങളിലെ ചൈനയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെ ചൊല്ലി ചില പ്രാദേശിക താമസക്കാരും സാമൂഹിക പ്രവർത്തകരും പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു. 6 വർഷത്തിനിടെ ചികിത്സ ലഭിക്കാതെ A&E വിടുന്നവരുടെ എണ്ണം 3 ഇരട്ടിയായി. UK-യിലെ അടിയന്തര വിഭാഗമായ A&Eയിൽ നിന്ന് ചികിത്സയില്ലാതെ തിരിച്ചയക്കപ്പെടുന്ന രോഗികളുടെ എണ്ണം കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 3 ഇരട്ടിയായി വർദ്ധിച്ചു എന്നാണ് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. 2019 ചികിത്സ ലഭിക്കാത്ത രോഗികളുടെ ശതമാനം 3.9% ആയിരുന്ന നിരക്ക് 2025 12.4% ഉയർന്നതായി പുതിയ ആരോഗ്യ ഡാറ്റ വ്യക്തമാക്കുന്നു. കാത്തിരിപ്പ് സമയം നീളുകയും സ്റ്റാഫ് ക്ഷാമവും സൗകര്യക്കുറവും രൂക്ഷമാകുകയും ചെയ്തതാണ് ഈ വർധനവിന് പ്രധാന കാരണമെന്ന് NHS വിശകലനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. രോഗികൾക്ക് ഉടൻ പരിചരണം ലഭ്യമാക്കുന്നതിൽ സമ്പൂർണ്ണ സംവിധാന പരിഷ്കാരം അനിവാര്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. UK-യിലെ യുവതലമുറയ്ക്ക് കടുത്ത തിരിച്ചടിയായി സ്റ്റുഡന്റ് ലോൺ തിരിച്ചടവ്. സാലറി ത്രെഷോൾഡ് 3 വർഷത്തേക്ക് മരവിപ്പിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചാൻസലർ റേച്ചൽ റീവ്സ് ബജറ്റിൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് 227 ഏപ്രിൽ മുതൽ ബിരുദ വായ്പ തിരിച്ചടവ് തുടങ്ങേണ്ട വാർഷിക വരുമാന പരിധി 29,385 പൗണ്ട് എന്ന നിലയിൽ തുടരും. നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസ് NUS മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അനുസരിച്ച് ഇത് കുറഞ്ഞ ശമ്പളമുള്ള ബിരുദധാരികൾക്ക് കടുത്ത സാമ്പത്തിക ഭാരമാകും. വാടക, ഭക്ഷണം, ബില്ലുകൾ പോലുള്ള അടിസ്ഥാന ചെലവുകളും മറികടക്കാൻ ബിരുദധാരികൾക്ക് പ്രയാസമുണ്ടാകുമെന്ന് അവർ പറയുന്നു. സർക്കാർ ഈ നീക്കം ലോണിന്റെ മൊത്തം തുകയെ ബാധിക്കില്ലെന്നും നീതി പാലിച്ച നടപടി മാത്രമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് വിമർശനങ്ങളുണ്ട്. UK-യിൽ ഭവനവില വീണ്ടും കുതിച്ചുയരുന്നു. സാമ്പത്തിക അനിശ്ചിതത്വം അതിജീവിച്ച് നിർണായകമായ വർധനവ്. സാമ്പത്തിക അനിശ്ചിതത്വത്തെയും പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളെയും അതിജീവിച്ച് ബ്രിട്ടനിലെ ഭവനവിലകളിൽ കഴിഞ്ഞ മാസം 0.3% വർധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതോടെ UK-യിലെ ഒരു വീട്ടിന്റെ ശരാശരി വില 2,72,000 പൗണ്ടായി ഉയർന്നു. പുതിയ ബഡ്ജറ്റിലെ പ്രോപ്പർട്ടി നികുതി മാറ്റങ്ങൾ വിപണിയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കൂടാതെ ശമ്പള വർധനവ് ഭവനവിലയുടെ വർധനവിനെ മറികടക്കുകയാണെങ്കിൽ വീടുകൾ വാങ്ങാനുള്ള സാധ്യതകളെ ചെറിയ മെച്ചപ്പെടൽ പ്രതീക്ഷിക്കാം. പലിശ നിരക്കുകൾ കുറയുന്നതും മോർട്ടഗേജ് നിരക്കുകൾ കുറയാൻ സഹായകമാകുമെന്നും
വിപണിയിൽ ഉണർവ് പ്രകടമാകുമെന്നും കരുതപ്പെടുന്നു. UK അധ്യാപകർക്ക് ആഴ്ചയിൽ 4 ദിവസം ജോലി, ശമ്പളം സുസ്ഥിരം, സർക്കാർ അനുമതിക്ക് അപേക്ഷ. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിൽ വരുന്നത്. അധ്യാപകരുടെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും കൂടുതൽ പേരെ ഈ തൊഴിൽ രംഗത്തേക്ക് ആകർഷിക്കാനും ലക്ഷ്യമിട്ട് ആഴ്ചയിൽ 4 ദിവസത്തെ പ്രവൃത്തിദിനം എന്ന ആശയം പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഫോർട്ട് വീക്ക് ഫൗണ്ടേഷൻ എന്ന സംഘടന വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കത്ത് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ഈ നടപടി അധ്യാപകരുടെ ജോലി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്നും അതിലൂടെ വിദ്യാർത്ഥികളുടെ പഠനഫലങ്ങളിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും സംഘടന അവകാശപ്പെടുന്നു. നിലവിൽ ചില സ്കൂളുകളിൽ ഈ രീതി പരീക്ഷിച്ചു വരുന്നുണ്ടെന്നും സ്കോട്ട്ലൻഡിലും സമാനമായ നീക്കങ്ങൾ നടക്കുന്നതിനാൽ ഈ നിർദ്ദേശത്തിന് വലിയ പിന്തുണ ലഭിക്കുമെന്നും സൂചനകളുണ്ട്. നോർത്ത് വെയിൽസ് മലയാളി അന്തരിച്ചു. നാവിന് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന നോർത്ത് വെയിൽസ് മലയാളി ജൂഫിൻ കേസ് കറിയ 39 മരണപ്പെട്ടു. ചങ്ങനാശ്ശേരി ചിങ്ങവനം സ്വദേശിയായ ഇദ്ദേഹം UK-യിൽ ഹൃദ്രോഗം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകുകയായിരുന്നു. അമൃത ഹോസ്പിറ്റലിലും പിന്നീട് തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിലും ചികിത്സയിലായിരുന്ന ജൂഫിൻ കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. പരേതനായ KC സ്കറിയായുടെ മകനാണ്. സംസ്കാരം പിന്നീട് നടത്തും. ഓൺലൈൻ പത്രമായ ബ്രിട്ടീഷ് മലയാളിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ദിവസേന UK-യിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.